എന്നിട്ടും വന്നില്ല. അവസാനം 4-ാം ദിവസമായപ്പോൾ നമ്മുടെ യേശു പതുക്കനെ അവിടെ വരികയാണ്. കർത്താവിന് 4-ാം ദിവസമാണ് വരേണ്ടത്. കാരണം ശരീരം ജീർണിച്ചതിന് ശേഷം വേണം ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ. 3-ാം ദിവസം ജീർണിക്കില്ല. ഈശോ വന്നപ്പോഴേക്കും ഈ പെങ്ങന്മാർ കിടന്നിട്ട് നെഞ്ചത്തടിച്ച് കരയാതെ, അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നേ, കരയാൻ തുടങ്ങി. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ തൊട്ട് സുഖപ്പെടുത്തുമായിരുന്നു. അപ്പം അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ, ഈ യേശു എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഒരാൾ. അതാണ് ഈ രോഗശാന്തി ഒരുപാട് നടത്തുന്ന പരിപാടി എന്നുണ്ടെങ്കിൽ ഇതാണ്. അല്ല, യേശു രോഗശാന്തിയാണ്. അപ്പം യേശു പറഞ്ഞു, യേശു അവരുടെ കരയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേക്കും. അപ്പം മർത്ത പറയണേ, അല്ലോ അവൾക്ക് അന്ന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം ഇതൊക്കെ ആണെങ്കിലും എന്താ വിശ്വാസം? അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അന്ത്യദിനത്തിൽ ഉള്ള ഉത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് ഈശോയുടെ ചരിത്രപ്രസിദ്ധമായ യോഹന്നാൻ 11 മാത്രം എഴുതിയിട്ടുള്ള ഈ വാക്കുകൾ എന്താ പറഞ്ഞത്? ഐ ആം ദ റിസറക്ഷൻ. ഞാനാണ് ഉത്ഥാനം, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, ഈ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ ഞാനായിരിക്കും എന്നല്ല പറയുന്നത്, പ്രസന്റ് ടെൻസിലാണ് പറയണേ. ഐ ആം, ഞാൻ ആകുന്നു. ഐ ആം. ഇവളാകെ കണ്ണുതുള്ളി, ഓ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അതോടൊപ്പം ഈശോ വേറൊരു കാര്യം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കണ്ടോ, അതാണ് വിശ്വാസം. നമ്മളിപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്നോട് ക്ഷമിക്കണം, ഞാൻ വീണ്ടും പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. കാരണം നമ്മൾ ചുമ്മാ ഒരു സോഷ്യൽ സർവീസ് നടത്തുകയാണ്, ഈശോയിൽ വിശ്വസിക്കുന്നുള്ളതാണ്. അതല്ല, ആദിമസഭയിലും മരിച്ചവരെ ഉയർപ്പിക്കുമായിരുന്നു. അങ്ങനത്തെ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, വിശുദ്ധന്മാരുണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ അപ്പസ്തോലന്മാർക്ക് ആദ്യം കൊടുത്ത വരം ഇതായിരുന്നു. മത്തായി 10:8 പറയണെന്താ? അവൻ അവർക്ക് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും ഉള്ള ശക്തി നൽകി. ഒന്ന് വായിച്ചെല്ലാവരും. 10:8. രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതിന് ശക്തി കൊടുത്തു, ആ വരം കൊടുത്തു. ഇതെല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങൾ ആ ഡയറക്ഷനിലൊന്ന് വളരുകയാണെങ്കിൽ നിങ്ങളും മരിച്ചവരെ ഉയർപ്പിക്കും. വേണോ ആ വരം? എത്ര പേർക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള വരം വേണം? എത്ര പേർക്ക് വേണം? കൈ പൊക്ക്. അതെ, നമുക്കെല്ലാം ഉണ്ട് ഈ വരം. ആ ഡയറക്ഷനിൽ നമ്മൾ വളരണം. അതാണ് അപ്പസ്തോലന്മാർക്ക് ആദ്യം കൊടുത്തത്. അതുകൊണ്ടാണ് പത്രോസും പൗലോസും പല അപ്പസ്തോലന്മാരും അനവധി വിശുദ്ധന്മാരും മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു. ഈ അന്തോണീസ് എല്ലാം മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു. എന്നാൽ ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിയേ, ശ്രദ്ധിക്കണം. ഇപ്പോൾ മർത്ത പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഇനി അടുത്ത് പറയാണ്, എവിടെയാ അവനെ അടക്കിയിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം. അവൾ അത്രയും പ്രതീക്ഷിച്ചില്ല, ഇപ്പം തന്നെ ഇത് നടക്കുന്നു. എന്നിട്ട് പറഞ്ഞ് ആ കല്ലെടുത്ത് മാറ്റും. അയ്യോ കർത്താവേ, ഇപ്പം ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ഇപ്പം 4 ദിവസമായി. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്.
4 ദിവസമായി. നമ്മൾ രാവിലെ മനസ്സിലാക്കിയില്ലേ? 3-ാം ദിവസം വരെ യഹൂദ സ്ത്രീകൾ ആ മരിച്ച ആളുടെ കബറിടം തുറന്ന് അവരെ എംബാം ചെയ്യുമായിരുന്നു, സുഗന്ധദ്രവ്യം പൂശും 3 ദിവസം വരെ. 4-ാം ദിവസം പോവില്ല, കാരണം 4-ാം ദിവസം ശരീരം അഴുകാൻ തുടങ്ങും. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോൾ അഴുകുന്നുണ്ടാകും. അപ്പോൾ ഈശോ വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഭർത്താവ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും ആലോചിച്ച് നോക്കിക്കോട്ടോ, വലിയൊരു പോയിന്റാണിത്. ഈ മരിച്ചു കിടക്കണ ആളുടെ വിശ്വാസത്തിലാണോ ഇപ്പോൾ അവനെ ഉയർപ്പിക്കുന്നത്? അത് ഇവിടത്തെ ഈ കന്യാസ്ത്രീ മർത്തയുടെ വിശ്വാസത്തിലാണോ? അതാണ് മർത്ത പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന് ചീഞ്ഞ മനുഷ്യനെ ഉയർപ്പിക്കാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മുടെ യേശുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്? അവൻ ചീഞ്ഞു കിടക്കുകയാണ്. ഇത് പാപകരമായൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ? മഹാപാപിയാണെന്ന് വിചാരിച്ചോ? പക്ഷേ വിശ്വസിക്കുന്ന ഒരാളടുത്തുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിലൂടെ അവനെ ജീവിപ്പിക്കാം. ഇനി ആ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സംഭവം ഒന്ന് മനസ്സിൽ കാണും. ഈശോ സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ, ഈശോ പ്രാർത്ഥിക്കുകയാണ്. അല്ലോ, നമ്മൾ ബലവാഴ്ച പറഞ്ഞു, ഈശോ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മർത്ത വിശ്വസിക്കുന്നു, മർത്ത ഈശോൻ്റെ ഒട്ടി നിൽക്കുന്നു, മർത്ത പ്രാർത്ഥിക്കുന്നില്ല. മർത്തയോട് പറയാൻ, നീ വിശ്വസിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം, ഞാൻ നന്ദി പറയണം. ഞാനിപ്പോൾ ഉച്ചത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നത് ഇവിടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയാണ്. അങ്ങാണ് എന്നെ അയച്ചതെന്ന്. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസറിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിലേക്ക് വന്നു. അവനെ ചീഞ്ഞ ലാസറിൽ പുതിയ ബ്ലഡ് വന്നു. പുതിയ ബ്ലഡ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ബ്ലഡ് കംപ്ലീറ്റ് സോളിഡിഫൈ ആയോ ഇല്ലയോ? ചീഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടോ? ആ ശരീരം ദുർഗന്ധം വമിക്കാൻ അതെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയിട്ട് അവൻ്റെ ശരീരത്തിൽ പുതിയ രക്തവും പുതിയ മാംസവുമായിട്ട് അവൻ ജീവനുള്ള ആളായിട്ട് എഴുന്നേറ്റ് വരാൻ. ഇതൊരു മിത്തോളജിയാണോ? ഇതൊരു കഥയാണോ? ഇതൊരു നടന്ന സംഭവമാണോ? അത് നമ്മൾ ഒരിക്കലും ബൈബിളിലെ സംഭവങ്ങളെ കഥ എന്ന് പറയരുത്. ഞാനൊരു ബൈബിൾ കഥ പറയാം, അങ്ങനെ ഒരിക്കലും പറയരുത്. ബൈബിൾ ഒരു കഥയല്ല, ബൈബിളിലെ എല്ലാ സംഭവമാണ്. എവൻറ്റ്സ്, ഇറ്റ് ഈസ് എവൻറ്റ്സ്. നടന്ന സംഭവവും അന്ന് നടന്നപ്പോൾ തന്നെ അതിൽ പ്രവർത്തിച്ച ശക്തി അനന്തതയിലേക്ക് പോയിരിക്കുന്ന ശക്തിയാണ്. ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതേ ശക്തി നമ്മളിൽ പ്രസരിക്കുകയാണ് ചെയ്യുന്നത്. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഈ ലാസറിൽ പുതിയ രക്തം, പുതിയ ശക്തി. ലാസർ പുറത്തു വന്നു. ലാസർ പുതിയ സൃഷ്ടിയായോ? ആയോ? ഇപ്പം നോക്കിയേ, യോഹന്നാൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇത്രയും അധ്യായങ്ങൾ മുഴുവനും പ്രധാന വിഷയം എന്താണ്? സത്ത രൂപാന്തരീകരിച്ച് ഒരു വ്യക്തിയുടെ ഏതവസ്ഥയിലും അവനെ
പുതിയ സൃഷ്ടിയാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹ വന്നത്. ഒന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ നന്ദി. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം,